പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ യോഗം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ ഈ പ്രഭാതത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ചുരുക്കം പേരാണെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് അങ്ങയെ പാടി സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കുന്നതിനും ഒരു അവസരത്തെ കൊടുത്തുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പല ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും മറ്റു പ്രയാസങ്ങളാലും ആയിരിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടുന്നതായ സൗഖ്യം പ്രദാനം ചെയ്യണമേ. വരുന്ന ആഴ്ചകളിൽ ഒരുമിച്ച് ചേർന്ന് ആലയത്തിൽ കടന്ന് അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം പരമപിതാവേ, ആമേൻ. ദൈവനാമത്തിൻ്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി മൂന്നാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. മൂന്നാമത്തെ പാട്ട്. സർവ്വലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം, ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയാപരപിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയാപരപിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം, ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധാത്മാ നമസ്കാരം, പരമസൽഗുരുവേ നമസ്കാരം, അരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. അരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. തൊഴിലുള്ളോ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. നമുക്ക് എല്ലാവർക്കുമായി ചേർന്ന് പൊതുവിലുള്ള സ്തോത്രം 14-ാം പുറം നമുക്ക് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്താം. 14-ാം പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ യോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹനീയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവരുടെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളതായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങളുടെ അതിരകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. നമുക്ക് 107-ാമത്തെ സങ്കീർത്തനം 31 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. 107-ാം സങ്കീർത്തനം.
97 സംഖ്യത്തിൽ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയെ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും ഉള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പിയത്തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവനെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തരാകുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും മന്ദതാമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്ന് അന്ധതമസിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ കതകുകളെ തകർത്തു, ഇരുമ്പോടാലുകളെ മുറിച്ചു കളഞ്ഞിരുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാദികളോട് സമീപിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും കാര്യം തന്നെ. ഈ സമയത്ത് ലേഖനവേദഭാഗം വായിക്കും. വായനയ്ക്കായി നൽകിയിട്ടുള്ള ലേഖനഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ഭാഷകളെ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ തന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർഥരും മേദ്യരും എലമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പന്തോസിലും ആസിയയിലും റുബ്യയിലും പംഫൂലിലും മിസ്രൈമിലും കുറേനേക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്നും വന്നും പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. വായിച്ചു കേട്ട ദൈവജനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയ്ക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു.
പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസ പ്രമാണം 22-ാം പുറം നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉത്ഭവിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാതിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹവും ബഹുമാനമുള്ള ശ്രീമാതീക്കർ നമ്മെ പ്രാർത്ഥനയിൽ കൊള്ളാം. സ്തോത്രം സ്തുതിക്കുന്ന നാഥ, ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, പരിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭാ നേതൃത്വത്തിലായിരിക്കുന്നവരുടെ മാനസാന്തരത്തിനായി കർത്താവെ, ഒരു മനസ്സ് മാറ്റത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ അവസ്ഥയിൽ കർത്താവെ കണ്ടിട്ടും അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അപേക്ഷിച്ചിട്ടും മനസ്സ് മാറാത്ത ഒരു നേതൃത്വം, അപ്പോൾ അവരിലങ്ങ് ഇടപെടണമേ കർത്താവെ. പ്രത്യേകിച്ച് കത്തീഡ്രൽ ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു. കുറച്ച് നാളുകളായി സമാധാനപരമായി ആരാധിച്ചുകൊണ്ടിരുന്നു ഒരു കുടുംബം പോലെ ഞങ്ങളായിരുന്നു. അവിടെ നിന്ന് കർത്താവെ, സഭാ നേതൃത്വത്തിൽ വന്ന മാറ്റത്തിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും കർത്താവെ, പലരുടെയും പരിഹാസത്തിനും ഞങ്ങൾ പാത്രമായി കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇടപെടണമേ നാഥ. കർത്താവെ, മാനസാന്തരം കൊടുക്കണമേ. നല്ലൊരു നേതൃത്വം കർത്താവെ, ദൈവകൃപയുള്ളൊരു നേതൃത്വം ഉണ്ടാകുവാൻ കൃപ ഉണ്ടാകണമേ. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ഒരു സഭയായി നിൽക്കുവാൻ കർത്താവ്, ഞങ്ങൾ പലയിടത്തായിരിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാനും കർത്താവെ, ഒരുമിച്ച് ആ പഴയ സന്തോഷത്തിൽ ആരാധിക്കുവാനും കത്തീഡ്രൽ ഒരു കുടുംബം പോലെ ആയിരുന്നു. അതേ കൂടിവരവ് വീണ്ടും ഉണ്ടാകുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ അപ്പ. നല്ലൊരു നേതൃത്വത്തെ നൽകണമേ കർത്താവ്. ദൈവമേ, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും മാനസികമായി പ്രയാസത്താൽ ഇന്ന് ഭവനങ്ങളിലായിരിക്കുന്നു. അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് വീണ്ടും കർത്താവെ, ഞങ്ങൾ തളർന്നു പോകാതെ ബലത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ മാനസികമായി വളരെയേറെ വേദന അനുഭവിക്കുന്നു. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വീണ്ടും ഞങ്ങൾക്ക് കൂടി വരേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പം തൊട്ടടുത്ത് ഞങ്ങളുടെ ദേവാലയം ഉണ്ടായിരുന്നിട്ട് പോലും അത് തുറന്നു തരുവാൻ മനസ്സില്ലാത്തൊരു നേതൃത്വം, ഞങ്ങളുടെ അവസ്ഥകൾ കണ്ടിട്ടും കർത്താവെ മനസ്സലിയാത്തൊരു നേതൃത്വം. ദൈവ തോന്നണമേ അപ്പ, ദൈവ തോന്നണേ നാഥ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയ പിതാവേ, വീണ്ടും വേഗം വരുന്ന ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നമുക്കല്ലേ സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഞങ്ങളുടെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുക. ഞങ്ങളുടെ രക്ഷകർത്താവ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി, നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരാധന ഇവിടെ നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്. 2010 കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് തറക്കല്ലിട്ട ഒരു ദേവാലയം, കത്തീഡ്രൽ ദേവാലയം. ആ ദേവാലയം നിർമ്മിതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ പ്ലാനെല്ലാം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ
കോർപ്പറേഷനിൽ കുറേ ഭീമമായ തുക അനധികൃതമായ നിർമ്മാണം LMS നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അത് തടഞ്ഞു വെച്ചു എന്നതല്ലാതെ മറ്റ് യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതിരിക്കെ MM ചർച്ചിൻ്റെ ഒബ്ജക്ഷൻ ഉണ്ടെന്നും മറ്റ് പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ സഭ നടത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ദൈവകൃപയാൽ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൽ ആരാധന നടത്താൻ ദൈവം അനുവാദം തന്നു. വളരെ സന്തോഷകരമായിട്ട് വളരെ ആത്മീകമായിട്ട് വളരുന്ന ഒരു ആലയമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി ഇവിടെ ഒരു ഭരണമാറ്റം സംഭവിച്ചപ്പോൾ, ഒരു പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ആ സഭാമന്ദിരം ഒരു രാത്രിയുടെ മറവിൽ JCB ഉപയോഗിച്ച് ഇടിച്ച് നശിപ്പിച്ച് അതിനകത്തുണ്ടായിരുന്ന റെക്കോർഡുകളും സാധന സാമഗ്രികളും വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും ആ സഭയിൽ അംഗങ്ങളായിരുന്നിട്ടുള്ള നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാക്കാൻ പോലും സാധിക്കാൻ കഴിയാത്ത തരത്തിൽ, കാരണം പലരിൽ നിന്നായി ചോദിച്ചു വാങ്ങി സംഭാവന വാങ്ങി ചെയ്ത എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതോടൊപ്പം തന്നെ ഏകദേശം 50 ലക്ഷത്തോളം രൂപയും എവിടെയാണെന്നറിയാത്ത രൂപത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക. അത് എവിടെയാണ്? അപ്പോൾ കൃത്യമായ കണക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നശിപ്പിച്ചവർ തന്നെ ആ തുക പുറത്ത് കൊണ്ടുവരേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ഇപ്പോഴും താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് തന്ന ഒരു സഭാമന്ദിരം ലേഡീസ് ഹിൽസ് ഹോസ്റ്റലിൻ്റെ സഭാമന്ദിരത്തിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ അനുവാദം തന്നു. പക്ഷേ ഒരു ദിവസം ഇതിന് അതോറിറ്റീസ് വന്ന് പറഞ്ഞു ഇതിനകത്ത് ആരാധിക്കാൻ പറ്റില്ല. സെക്യൂരിറ്റിക്കാരോട് ആവശ്യപ്പെട്ടു തുറന്നു കൊടുക്കരുത്, താക്കോൽ നിങ്ങൾ കൈവശം വെച്ചിട്ട്. ഏതായിരുന്നാലും ഞങ്ങൾ പുറത്താണ്. ഞങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ആ വാതിലുകൾ തുറന്നു തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പലരും രോഗാവസ്ഥയിലായിരിക്കുന്നു, അവർക്ക് വേണ്ടുന്ന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവവചനത്തിന് വേണ്ടി ചിന്തിക്കാം. ഇന്ന് മഹേഡോയെ തന്നിട്ടുള്ളത് പെന്തക്കോസ്ത് ഞായർ എന്ന വിഷയമാണ്. സാധാരണ രീതിയിൽ പെന്തക്കോസ്ത് എന്നുള്ള ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ ഒരു സഭാ വിഭാഗത്തെക്കുറിച്ചായിരിക്കും പലപ്പോഴും ചിന്തിക്കുന്നത്. ആ ഒരു പേരിൽ സഭാ വിഭാഗം ഉണ്ടായി എന്നതല്ലാതെ ആ വാക്കുമായിട്ട് നേരിട്ടൊരു ബന്ധം പലപ്പോഴും ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. ഇത് യഹൂദ മതസ്ഥരുടെ അല്ലെങ്കിൽ യഹൂദ ജാതിയിലുള്ളവരുടെ ഒരു വിളവെടുപ്പ് പെരുന്നാൾ മഹോത്സവമായിരുന്നു പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ആ പെന്തക്കോസ്ത് 7 ആഴ്ചകളായിട്ട് ഉള്ള ഉത്സവത്തിൻ്റെ പരിസമാപ്തി, അതായത് 7 × 7 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം ഗ്രീക്ക് ഭാഷയിൽ പെൻഡ എന്നുള്ള ആ ഒരു വാക്കിൽ 5 എന്നുള്ള അർത്ഥം വരുന്നു. 50-ാമത്തെ ദിവസം ഒരുമിച്ച് കൂടി ദൈവത്തിന് സ്തുതിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു ഒത്തുകൂടലാണ് പെന്തക്കോസ്ത് ഞായർ എന്നുള്ള രീതിയിൽ പിൽക്കാലത്തും അറിയപ്പെട്ടത്. മാത്രമല്ല അത് ആ ഉത്സവത്തിന് യഹൂദന്മാരുടെ ഒരു വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അന്ന് ഒരു അവധി ദിവസമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 2 തവണയാണ് അവിടെ കൊയ്ത്ത് ഉത്സവം നടക്കുന്നത്. ആദ്യത്തെ കൊയ്ത്ത് ബാർലി കൊയ്യുന്നതാണ് ആദ്യത്തെ കൊയ്ത്ത്. രണ്ടാമത്തത് ഗോതമ്പ് കൊയ്യുന്നത്. അപ്പോൾ ആദ്യം ബാർലി കൊയ്യാൻ തുടങ്ങി 50-ാമത്തെ ദിവസം 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്തായിട്ട് ആചരിക്കുന്നത്. ആ പെന്തക്കോസ്ത് ആചരണം ഗോതമ്പ് കൊയ്തെടുക്കുന്നതിനുള്ള ഒരു ഉത്സവമായിട്ട് മാറുകയാണ്. ഗോതമ്പ് കൊയ്ത് കറ്റകളായിട്ട് ചുമന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. മാത്രമല്ല ദേവാലയത്തിൽ ഗോതമ്പ് കൊണ്ട്, പുതിയ ഗോതമ്പ് കൊണ്ട്, അതായത് അപ്പോൾ ചുമന്നുകൊണ്ട് കറ്റ മെതിച്ച് കൊണ്ടുവന്ന ആ ഗോതമ്പ് കൊണ്ട് അപ്പം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്ന, ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന വലിയൊരു ചടങ്ങും യഹൂദന്മാരുടെ ഇടയിലുണ്ട്. ഈ 2 ചടങ്ങുകൾ മെയ് ജൂൺ മാസത്തിലും ഡിസംബർ ജനുവരി മാസത്തിലുമായിട്ടാണ് അരങ്ങേറിയിട്ടുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ വലിയൊരു ഉത്സവം തുടർന്നും നടന്നുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിത സാഹചര്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ സമയത്തും അതിനുശേഷമൊക്കെ പെന്തക്കോസ്ത് ആചരണം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെന്തക്കോസ്ത് ദിനം യഹൂദ നാട്ടിലുള്ള എല്ലാ പ്രായപൂർത്തിയായ പുരുഷന്മാരും യെരുശലേമിൽ ഒത്തുകൂടണം എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി അവധി കൊടുത്ത് ഒത്തുകൂടിയിരുന്ന വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതിച്ഛായ വന്ന ആ ഒരു ദിവസത്തെ പെന്തക്കോസ്ത് ഞായറായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു. ഇതിൽ പുറപ്പാട് പുസ്തകം 23, 24 അധ്യായങ്ങളിൽ, ലേവ്യ പുസ്തകം 16, സംഖ്യാപുസ്തകം 28, ആവർത്തന പുസ്തകം 16, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2, ഇതിലെല്ലാം പെന്തക്കോസ്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. ഈ പരാമർശങ്ങൾ
എല്ലാം ദൈവിക നന്മകളെ വെളിപ്പെടുന്നതിനും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ നേടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ള വലിയൊരു വില മനുഷ്യൻ കൽപ്പിക്കുന്നതുമായിട്ടുള്ള ദിവസങ്ങളാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഭാഗമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് കലണ്ടറിൽ തന്നിട്ടുള്ള ആ ഒരു വിശേഷമായിട്ടുള്ള ഒരു ചിന്താ വിഷയമാണ് പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുക എന്നുള്ളത്. ഈ പെന്തക്കോസ്ത് നാളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് യെശയ്യാവ് പ്രവചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം തന്നെ യേശുക്രിസ്തു വായിക്കുന്ന ദേവാലയത്തിൽ ചെന്നിട്ട് വായിക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്നും ചെയ്യുന്നത് പോലെ സഭയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അപ്പോഴും പോയി അവിടെ ദൈവവചനം വായിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു എന്ന് പറയുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു പ്രത്യേകത യേശുക്രിസ്തുവിൽ എല്ലാ ദിനവും കണ്ടിരുന്നു എന്നത് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ 18-ാം വാക്യത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയക്കാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ഒരു മാനിഫെസ്റ്റോ, യേശുക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. യേശുക്രിസ്തുவோട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താണ് യേശുക്രിസ്തുവിനെ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവം പണ്ടേ മുതൽ, അതായത് യെശയ്യാ പ്രവാചകനിൽ കൂടെ തന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു സത്യമാണ് അവിടെ നാം വായിച്ചു കേൾക്കുന്നത്. അതിൽ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കുക. കർത്താവിനെ കുറിച്ച് മാത്രമായിട്ടല്ല, ആ വചനം ആർക്ക് വേണ്ടിയിട്ടാണ് അന്ന് പ്രവചിച്ചത്, നമുക്കും കൂടെ വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ഓർമ്മിക്കുക. അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. അത് മുഖാന്തരം ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകുന്നു. അടിമത്തത്തിലായിരിക്കുന്നവർക്ക്, വിഷമതകളിലായിരിക്കുന്നവർക്ക്, സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് ഇന്ന് സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, ഇല്ലെന്നല്ല, മറ്റു രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ ഇന്നും ഇവിടെ അടിമത്തവും പട്ടിണിയും മരണവും അതിൻ്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. യുദ്ധവും യുദ്ധക്കെടുതികളും പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അവിടെ അടിമത്തം ഇല്ലാതാവൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം. ജയിലിൽ കിടക്കുന്നവർ, തടവുകാർ, മറ്റു പല സാഹചര്യങ്ങളിൽ ഭീഷണിയുടെ അവസ്ഥയിൽ ജീവിക്കുന്നവർ, സാമ്പത്തികമായ അടിമത്തത്തിൽ ജീവിക്കുന്നവർ, അവർക്കെല്ലാം വിടുതലുണ്ടാവണം. ഈ പറഞ്ഞ കാഴ്ച മനുഷ്യർക്ക് ലഭിക്കണം. കുരുടന്മാർക്ക് കാഴ്ച, കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവരായിട്ടുള്ള മനുഷ്യർക്ക് കാഴ്ച ലഭിക്കണം. എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിവില്ലാതിരിക്കുന്ന, അഥവാ കണ്ണ് തുറന്ന് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുന്നവർക്ക് അത് കാണുന്നതിനുള്ള കാഴ്ച ലഭിക്കണം. പ്രസംഗിക്കണം. പീഡിതന്മാരെ വിടുവിച്ചയക്കണം. ഇന്ന് പീഡനം അനുഭവിക്കാത്ത ജനങ്ങൾ വളരെ കുറവാണ്. നല്ലൊരു സമ്പന്നവർഗം, ഒരു വരേണ്യവർഗം മാത്രമാണ് ഇന്നിവിടെ സുഖസമൃദ്ധമായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ചൂഷകരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഒരു വിമോചന പ്രസ്ഥാനത്തിന് മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത്. അത്തരത്തിലുള്ള ഒരു വിമോചനമാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് പറയുന്നത്. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പിക്കണം. കർത്താവിൻ്റെ പ്രസാദ വർഷം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാരി നമ്മോടും പ്രസംഗിച്ച് പറയുന്നതിന് വേണ്ടി, അതിൽ നിന്ന് അനുഭവം കൈക്കൊള്ളുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. പക്ഷെ അതിവിടെ അന്യം നിന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു ഉന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചവിട്ടി മെതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാനം ഇന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരോട് സ്നേഹത്തോടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു കാര്യം അത് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളും അതേ ഒരു അവസ്ഥയിലായിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. പക്ഷേ ആ ദൈവം നമുക്കൊരു വിടുതൽ തരും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ ഒരു വിടുതലാണെങ്കിൽ ഒരിക്കലും നമ്മെ പിന്നെ അസ്വാതന്ത്ര്യത്തിലായിട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1 പറഞ്ഞ അതേ വാക്യം തന്നെയാണ് ക്രിസ്തു സ്വന്തം മാനിഫെസ്റ്റോ ആയിട്ട് നമ്മോട് പറഞ്ഞത്. പീഡിതന്മാർക്ക് വിടുതൽ. പീഡിതന്മാർക്ക് വിടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്.
ജനം പീഡിപ്പിക്കപ്പെടുന്നു. അവർക്ക് വിടുതലുണ്ടാവണം, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സ്വതന്ത്രരാക്കുക എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസൃഷ്ടിയുടെ ആരംഭത്തിൽ ആ അവസ്ഥയിൽ, പാഴും ശൂന്യമായി കിടന്ന അവസ്ഥയിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പാന് ആവശ്യമായിട്ടുള്ള ജലത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിവർത്തനമാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ജനത്തിനും, എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒരു ജീവനാഡിയായിട്ട്, ജീവദായകമായ ഒരു ജലമായിട്ട് തീർന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമ്മളൊരു തുള്ളി വെള്ളം കുടിക്കുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ച ജലമാണ് നമ്മൾ കുടിക്കുന്നതെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ആഹാരം കിട്ടിയില്ലെങ്കിലും വെള്ളം കുടിച്ച് മാത്രം ജീവിക്കാൻ മനുഷ്യന്, അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും സാധ്യമാണ് എന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതിൽ മറ്റു പോഷകങ്ങൾ വളരെയൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശം അതിനകത്തുണ്ടായിരുന്നു. കാരണം അതിൽ ദൈവം പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ജലം തന്നിരിക്കുന്നു, ആഹാരം തന്നിരിക്കുന്നു, വേണ്ടുവോളം നന്മകളും തന്നിരിക്കുന്നു. പക്ഷേ ഇത് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളാണോ എന്ന് ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ മനുഷ്യർ തയ്യാറാകുന്നില്ല. ഇതെൻ്റെ കഴിവ് കൊണ്ടാണ്, ഇതെൻ്റെ പണം കൊണ്ടാണ്, ഞാൻ സമ്പാദിച്ചതാണ്, എൻ്റെ അധ്വാനം കൊണ്ടാണ് എന്നുള്ള രൂപത്തിൽ മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം സമൂഹമാണ് ഇന്നുള്ളത്. കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം പണമായിട്ട് തീർന്നിരിക്കുകയാണ്. പക്ഷേ ഈ പണത്തിൻ്റെ ഈ ഒരു അഹങ്കാരം നമുക്കറിയാം. വേദപുസ്തകത്തിൽ തന്നെ എത്രയോ ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി നടന്ന മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകട്ടെ എന്നാണ്. പണത്തെ അത്തരത്തിലാണ് ദൈവം ശപിച്ചത്. അപ്പോൾ ആ പണം കൊണ്ട് മാത്രം ഈ ലോകത്തിലൊന്നും നേടാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ വിലക്കെടുക്കാനും സാധ്യമല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ൽ മോശയ്ക്ക് വലിയൊരു കാഴ്ച, വലിയൊരു ദർശനം കൊടുത്തു. വലിയൊരു ജാതിയെ നീ സ്വതന്ത്രരാക്കി വിടുവിക്കേണ്ടതുണ്ട്, അടിമത്തത്തിൽ നിന്ന് നീ വീണ്ടെടുക്കണം. അപ്പോൾ ജനങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഫറവോൻ്റെ പക്കൽ നിന്നാണ്. വളരെ ക്രൂരനായ, എന്തും ചെയ്യാൻ മടികാട്ടാത്തവനായ ഒരു വലിയൊരു ഭരണാധികാരിയുടെ കയ്യിൽ നിന്നാണ് ഈ മോശയ്ക്ക് ജനങ്ങളെ സ്വതന്ത്രരാക്കാനുള്ള ഒരു ജോലി കൊടുത്തത്. വലിയൊരു ഉദ്യമത്തെ ഏൽപ്പിക്കാനാണ്. ഞാനതിന് യോഗ്യനല്ല എന്ന് ഒരു സംശയം കൂടാതെ മോശ പറയുമ്പോഴും പറയുന്നത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അതുപോലെ ദൈവം നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ശേഷി കുറഞ്ഞവരാണ്, സാമ്പത്തികമായിട്ട് കുറഞ്ഞവരാണ്, ആൾബലത്തിൽ കുറഞ്ഞവരാണ്. പക്ഷെ നമ്മോടൊപ്പം ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഏത് തരത്തിലുള്ള ഭീഷണി വന്നു കഴിഞ്ഞാലും ശരി, ഏത് തരത്തിൽ നമ്മുടെ മേൽ അധികാരം ചെലുത്താൻ വേണ്ടി ശ്രമിച്ചാലും ശരി, നമ്മോടൊപ്പമുള്ളത് ദൈവമാണ്, ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ചെറിയ ആട്ടിൻകൂട്ടമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് ജലം മാത്രമുണ്ട്, പക്ഷേ ആ ജലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, കഷ്ടത കാണുന്ന ദൈവം, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവം, സാധാരണ ജനങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവം, ആ ദൈവമാണ് നമ്മോടൊപ്പം ഉള്ളതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ആത്മാവ് അവനെ നിർബന്ധിച്ചു, പരിശുദ്ധാത്മാവ് അവനെ നിർബന്ധിച്ചു, ക്രിസ്തുവിനെ നിർബന്ധിച്ചു. ക്രിസ്തുവിനോടൊപ്പമുള്ള പരിശുദ്ധാത്മാവ്, ദൈവത്തോടൊപ്പമുള്ള പരിശുദ്ധാത്മാവ്. അനന്തരം മരുഭൂമിയിലേക്ക് പോകുക. ആ മരുഭൂമിയിൽ എന്തുണ്ട്? ശൂന്യമായ പ്രദേശം, കാട്ടുമൃഗങ്ങളുടെ ഇടയിലേക്ക്. അവിടെയാണ് യേശുക്രിസ്തു പോയത്. വേദപുസ്തകം പറയുന്നുണ്ട്, കാട്ടുമൃഗങ്ങളുടെ കൂടെ രാപാർത്തു. ഒരു ഭയപ്പാടുമില്ല, കാരണം പറഞ്ഞത് ദൈവമാണ്. ആ ദൈവത്തോടൊപ്പം താമസിക്കാനാണ് മരുഭൂമിയിൽ പോയത്, മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അവിടെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാമീപ്യമുണ്ട്. ദൈവം ശക്തി കൊടുത്തുകൊണ്ടിരുന്നു. 40 പകലും 40 രാവും. ആഹാരമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും മറ്റ് സാഹചര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും, മൃഗങ്ങളാണ് കൂടെ ഉള്ളതെങ്കിലും ദൈവത്തിൻ്റെ വലിയ സാമീപ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ,
ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം, ദീർഘനാളത്തെ ഉപവാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം പോലും നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യവും അവസ്ഥയൊക്കെ അത് തന്നെയാണ്. പക്ഷേ 40 പകലും 40 രാവും AC റൂമിലല്ല, മരുഭൂമിയിലാണ്. സംസാരിക്കാനോ സന്തോഷിപ്പിക്കാനോ സന്തോഷം തരാനോ ഒരു വാക്ക് സംസാരിക്കാൻ ആരുമില്ല. പക്ഷേ അവിടെ ദൈവത്തോടൊപ്പം ചേർന്ന്, ദൈവത്തോടൊപ്പം പാട്ടുപാടി, ദൈവത്തോടൊപ്പം ഉല്ലസിച്ചു കൊണ്ടിരുന്ന യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നു. അത്രയും സമയം സാത്താൻ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സാത്താൻ അടുത്ത് വന്നു. നാം പ്രത്യേകം ഓർമ്മിക്കുക, നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കൽ സാത്താൻ എത്തില്ല. ഒരു ദോഷം നമുക്ക് വഹിക്കാതെ വണ്ണം അവൻ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുകയും വേണം. മനസ്സിലാക്കുന്ന എല്ലാ കാര്യം അനുഭവമാക്കിയാൽ മാത്രമേ അതുകൊണ്ട് വിലയുള്ളൂ. അവിടെ സാത്താൻ വന്നിട്ട് വീണ്ടും സാത്താൻ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയ്ക്കുള്ള ശക്തി ഈ 40 ദിവസം കൊണ്ട് യേശു ക്രിസ്തു അവിടെ സമ്പാദിച്ചു കഴിഞ്ഞു. ഈ ലോകം മുഴുവനും കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട, ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു സാഹചര്യം ക്രിസ്തുവിന് ഈ 40 ദിവസം കൊണ്ട്, ക്രിസ്തു ദൈവത്തോടുള്ള ഒരു സാമീപ്യം കൊണ്ട് നേടിയെടുത്തു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ എടുക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യം, ശിഷ്യന്മാര് അവിടെ കൂടിയിരുന്ന ഒരു മാളിക മുറിയിൽ കൂടിയിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ കൂടിയിരുന്നതായിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ മാളിക മുറിയിൽ കൂടിയിരുന്നു? അവർ പേടിച്ച് ഒളിച്ച് കൂടിയിരിക്കുകയാണ്. സ്വതന്ത്രമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം അന്നും ലഭിച്ചിട്ടില്ല, ഇന്നും ലഭിക്കുന്നില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ക്രിസ്തു അവിടെ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ മനസ്സിനകത്ത് വിഷമമൊന്നും വേണ്ട, നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുക. ചുരുക്കം പേരായ നമ്മോട് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. നമ്മളിവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. എന്തിനാണ് നിങ്ങൾ സമാധാനമില്ലാതിരിക്കുന്നത്? നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുക. ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള വിരളും കണ്ട്, വിലാപ്പുറത്ത് കൈയും കണ്ടിട്ട്, സന്തോഷത്തോടുകൂടി ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹിതനായിട്ട് നമ്മെ ഓരോരുത്തരെയും കഴിയുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ വായ്പിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് പാട്ടുപാടി ദൈവത്തെ പുകഴ്ത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ പരിശുദ്ധാത്മാവ് സഭയിൽ വരണം. പരിശുദ്ധാത്മാവ് സഭയിൽ വരണം. പരിശുദ്ധാത്മാവിനെ സഭയിൽ വരുത്തണം. അത് നമ്മുടെ ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്നുണ്ട്. വാതിൽ തുറന്നാൽ ക്രിസ്തു നമ്മോടൊപ്പം വന്ന് നമ്മിൽ ഒരുവനായിട്ട് തീരും. ആ വലിയൊരു സംഭവമാണ് നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്നത്, എന്നും കാത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം നേടിയ ആ ശക്തി, ആ ഊർജം കൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടുന്ന വലിയ ജീവനെ നമുക്ക് ബലിയർപ്പിച്ചു. ആ ശക്തിയിൽ തളർന്നു പോകാതെ തന്നെ ക്രൂശിന്മേൽ കിടക്കുന്നതിന് വേണ്ടുന്ന വലിയൊരു കാരുണ്യം നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകും. ദൈവം എന്തിനു വേണ്ടിയിട്ടാണോ ക്രിസ്തുവിനെ ഈ ലോകത്തിലോട്ട് അയച്ചത്? ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നിന്റെ ഇഷ്ടം നീ ഇച്ഛിക്കുന്നത് പോലെ തന്നെ ആകട്ടെ എന്ന് ഉറപ്പുള്ള ഒരു മനസ്സോടുകൂടി ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സർവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായ സ്തേഫാനോസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആ സ്തേഫാനോസിനെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് എതിരെ സംസാരിക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവനീതിക്ക് യോജിക്കാത്തവനെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചട്ടങ്ങൾക്കും നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ വരുതിക്കും വരാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനെ അവിടെ കുറ്റവാളിയാക്കി
ശിക്ഷിക്കാൻ പോകുന്ന സമയത്ത് സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ മുട്ടിൽ അന്ന് വേദന ഉണ്ടായില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നതിന് സന്തോഷം തോന്നി, പേടി ഉണ്ടായില്ല. ഇതൊക്കെ പ്രത്യേകം ഓർമ്മിക്കുക. നമ്മയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടാകാം, അധികാരികളുണ്ടാകാം. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് ഭീഷണി ഉണ്ടാവാം. അത് സ്വാഭാവികമാണത്. അത് അവരുടെ നീതി ആയിക്കൊള്ളട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ നീതി അതല്ല. ദൈവത്തിൻ്റെ നീതി, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നമുക്കും ദൈവത്തിങ്കിലേക്ക് ഉറ്റുനോക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ഉറ്റുനോക്കി എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, പല സാഹചര്യങ്ങളിൽ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് ജനങ്ങളോടും ഇവിടെയുള്ള പടയാളികളോടും ഉറച്ച വിശ്വാസത്തിലും ഉയർന്ന ശബ്ദത്തോടും പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്തൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. സ്വർഗം തുറന്നിരിക്കുകയാണ്. ആ സ്വർഗം തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു, അത് ഞാൻ കാണുന്നു. അപ്പോൾ അത്രത്തോളം ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആ മനുഷ്യനുണ്ടായി എന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടായി എന്നതാണ്. സ്വയമായിട്ട് നേടിയെടുത്തതല്ല, പരിശുദ്ധാത്മാവ് കൊടുത്ത ശക്തി. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ബാല്യക്കാരൻ്റെ കാൽക്കൽ വച്ചു. ഈ സമയത്ത് സ്തേഫാനോസ് പറയുകയാണ്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ച് അപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നമുക്കും ഒരവസാനം, നമുക്ക് ആ അവസാനത്തിലെത്തുമ്പോഴേക്കും ദൈവത്തിന് കയ്യിൽ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിച്ചുകൊണ്ട്, ഈ ആത്മാവ് ഏതാണ്? ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ആത്മാവ്, വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവ്. ആ യേശു ക്രിസ്തു നമുക്ക് പോകുന്ന സമയത്ത് പറയുന്നു, കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലയക്കും. ആ കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ കാര്യസ്ഥനെ തിരിച്ചേൽപ്പിച്ചതുപോലെ നമുക്കും തിരിച്ചേൽപ്പിക്കാൻ സാധിക്കണം. അത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. അങ്ങനെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തിരുക്കയിൽ ഏൽപ്പിക്കുന്നു. പക്ഷെ അതോടൊപ്പം ഒരു പ്രാർത്ഥന കൂടെയുണ്ട്, എന്നെ കല്ലെറിഞ്ഞു കൊന്നവരോട് അങ്ങ് പാപം നിർത്തരുത്. ഇന്ന് പള്ളിക്ക് വെളിയിലാക്കിയിരിക്കുന്ന ഞങ്ങളെ തിരിച്ചു കയറ്റുന്നതിന് വേണ്ടുന്ന മിനിമം ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾ വയ്ക്കുന്നുള്ളൂ. അവരുടെ പേരിൽ ദൈവമേ, യാതൊരു തരത്തിലുള്ള അനീതിയായിട്ട് കരുതി ഒരു പാപവും അവരുടെ മേൽ നിർത്തരുത്. അവർ സന്തോഷത്തോടുകൂടി ദൈവം മുമ്പായിരിക്കണം. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ദൈവകൃപ അങ്ങ് തന്നെ കൊടുക്കണം. അവർക്ക് ഈ വലിയൊരു മഹായിടവകയെ നന്നായിട്ട് ഭരിക്കുന്നതിനുള്ള വലിയ ആത്മാവിനെ, വലിയ കൃപയെ, വലിയ കഴിവിനെ അങ്ങ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. ഒരു ദോഷവും സംഭവിക്കാതെ വണ്ണം അവരുടെ കുടുംബങ്ങളെ ദൈവമേ അങ്ങ് പോറ്റി പുലർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവമേ അങ്ങ് കേൾക്കണമേ. അതോടൊപ്പം തന്നെ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന, ഈ പാട്ട് പാടിയത് ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി അർപ്പിക്കുകയും തുടർന്നും ഞങ്ങൾക്ക് ഒരു ദേവാലയത്തെ കയറി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് 516 പാട്ട് പാടാം. പാട്ട്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാലുകളെ പാദമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാദമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നോ, എൻ കർത്താവിന് സ്തുതിയും തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നോ, എൻ കർത്താവിന് സ്തുതിയും തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ദൈവമേ, അങ്ങയുടെ മുമ്പാകെ ഉണ്ടായെങ്കിലും ഞങ്ങളെ ശക്തരാക്കിയ വലിയ തൊഴിലോർക്കും ദൈവമേ, ഞങ്ങൾക്ക് മുട്ടുകുത്താൻ ദൈവമേ ഈ ഭൂമിയിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു ചീട്ടടത്ത് തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന അധികാരം ലഭിക്കുന്നതിന് അധികാരികളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ആരാധന നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന അച്ഛനെയും ക്ഷമയെ അനുഗ്രഹിക്കണമേ. ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി പൂർണ്ണ സൗഖ്യത്തോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ വന്ന അടികളോടൊപ്പം ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ദുഷ്ടശക്തിയെ അടിയങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അടിയങ്ങളിലെ പ്രവർത്തിച്ച് ദൈവമേ അടിയങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടുന്ന കൃപകളങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അടിയങ്ങൾക്ക് നൽകുന്നതിന് അങ്ങ് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൂടിയിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപകളങ്ങ് പകരണമേ. യാത്രയെല്ലാം കൂടിയിരുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രദേശവും മുഖാന്തരങ്ങളോ യാതൊരു അപകടങ്ങളോ ആർക്കും ഉണ്ടാകരുത്. മറ്റ് വാഹനങ്ങൾ മുഖാന്തരങ്ങളോ അപകടങ്ങളോ ഏത് തരത്തിലുള്ള ദോഷങ്ങളോ സംഭവിക്കാതെ അടിയങ്ങളെ കാത്തുകൊള്ളുവാൻ യാഴ്ചയിലും പരമിതാവേ. ആശീർവാദം നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും
തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയേ യഹോവയേ, മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.